നമസ്കാരം. ശബരിമല കേസ് എങ്ങോട്ട് പോകുന്നു? എല്ലാവരും വിചാരിച്ചത്, എല്ലാവരും പറഞ്ഞത് അതൊരു ഉണ്ണികൃഷ്ണനിൽ നിൽക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി മാക്സിമം പോയാൽ കുറച്ച് ഉദ്യോഗസ്ഥരിൽ നിൽക്കും. ആ കാലഘട്ടത്തിലെ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഇത് തുടക്കം വന്നത്. ആദ്യത്തെ ആഴ്ച ഉണ്ണികൃഷ്ണനെ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ ചാനലുകളിലും പറഞ്ഞത്, എല്ലാവരും വന്നിരുന്ന് പറഞ്ഞു, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ ചെയ്തതല്ല, ഇതെല്ലാം ഉദ്യോഗസ്ഥർ ചെയ്തതാണ് എന്ന് പറഞ്ഞു. അവസാനം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മണ്ടയിൽ ഇത് വന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പോലും ഇതിൽ പങ്കില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. പക്ഷേ ഉണ്ണികൃഷ്ണനിൽ തുടങ്ങി. ഉണ്ണികൃഷ്ണൻ ആദ്യത്തെ ആഴ്ച ഉണ്ണികൃഷ്ണൻ അറസ്റ്റ് ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ എന്നുള്ള മൊഴിയെടുക്കൽ നിന്ന് മുരാരി ബാബുവിലേക്ക് പോകുന്നു. മുരാരി ബാബുവിൽ നിന്ന് സുധീർ എന്ന് പറയുന്ന ആളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഓരോരുത്തരായി പോയി അവസാനം എൻ വാസുവിലെത്തുന്നു. എൻ വാസുവിലെത്തിയപ്പോൾ കഥ ആകെ മാറി. എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം എൻ വാസുവിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സങ്കടകരമായ ഒരു സീൻ എൻ വാസുവിനെ സംബന്ധിച്ച് കണ്ടായിരുന്നു. എൻ വാസുവിനെ വിലങ്ങ് വച്ചിരിക്കുന്നു. അത് വളരെ ഒരു ഹൃദയഭേദകമായ ഒരു സീനാണ്. കാരണം ഹൃദയഭേദം എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പതി ഉള്ളതുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ എൻ വാസു ആരായിരുന്നു? ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് എൻ വാസു ചോദ്യം ചെയ്യാത്ത മുടിചൂടാ മനനായിരുന്നു. പത്മകുമാറിനേക്കാൾ വലിയ നേതാവായിരുന്നു. മുഖ്യമന്ത്രിയായിട്ടൊക്കെയുള്ള ബന്ധവും പാർട്ടിയുമായുള്ള ബന്ധവും സീനിയാരിറ്റിയും വയസ്സുകൊണ്ടും എല്ലാം കൊണ്ടും വളരെ വലിയ നേതാവായിരുന്നു എൻ വാസു. അപ്പോൾ അദ്ദേഹം ശബരിമല സ്ത്രീകളെ കയറ്റുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി വളരെ വലിയ തോതിലാണ് വയലൻ്റായാണ് സംസാരിച്ചത്. അന്ന് അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധം വരികയും ചെയ്തു. അദ്ദേഹം ചാനലുകാരോടൊക്കെ ചൂടാവുക വേറെ പ്രത്യേക ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ, പുലിയെപ്പോലെ വന്നൊരാൾ പൂച്ചയെപ്പോലെ വിലങ്ങ് കെട്ടി നടക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. അതുപോട്ടെ, അത് കഴിഞ്ഞ് പത്മകുമാറിനെ പിടിച്ചു. പത്മകുമാറിൻ്റെ വീട്ടിൽ 12 മണിക്കൂർ റെയ്ഡ് നടന്നു. അപ്പോഴാണ് പുതിയ കഥകൾ അറിയുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ കത്ത് കൊടുത്തത് കൊണ്ടാണ് പോറ്റിയെ അവിടെ എൻ്റർ ചെയ്യിച്ചത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ കത്തിൽ എന്താണ് എഴുതിയത്? ഡു ദ നീഡ്ഫുൾ ആണെന്നോ, നെസസറി ആക്ഷൻ ആണെന്നോ, എന്താണ്, കൺസിഡർ ഫേവറബിളി ആണോ, അതോ കൊടുക്കണമെന്നോ, എന്താണ് എഴുതിയത്? ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, കടകംപള്ളി സുരേന്ദ്രൻ എഴുതിയതിന് പുറമെ സുരേന്ദ്രൻ വിളിച്ച് പത്മകുമാറിനോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടോ, മെസ്സേജ് ഇട്ടിട്ടുണ്ടോ, PS സംസാരിച്ചിട്ടുണ്ടോ, ദേവസ്വം ബോർഡ് ചുമതല APS സംസാരിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടകംപള്ളി, പിന്നെ അത് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുത്തി അറിയേണ്ടതുണ്ട്. കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുത്തി അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ബിനാമി ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഇടപാടുകൾ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുണ്ടോ? അടുത്ത ചോദ്യം. അപ്പോഴാണ് വീണ്ടും അവിടെയും നിൽക്കുന്നില്ല, കഥ അടുത്ത് സെലിബ്രിറ്റിയിലേക്ക് പോകുന്നു. ജയറാമിനെ ചോദ്യം ചെയ്യും. ജയറാമിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ ജയറാമിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അറസ്റ്റ് വരുന്ന ഏത് സാഹചര്യത്തിലെന്ന് ചോദിച്ചാൽ, ജയറാം ഈ സ്വർണത്തിൽ നിന്ന് ബാക്കി വന്ന, അതായത് സ്മാർട്ട് ക്രിയേഷനിലും ഹൈദരാബാദിലും ചെന്നൈയിലുമൊക്കെ കർണാടകത്തിലൊക്കെ കൊണ്ടുപോയി പൂശിയിട്ട് കൊണ്ടുവന്ന സ്വർണം പൂശി പുതിയ കട്ടള കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഇളക്കി മാറ്റിയ പൊടിയോ പൊട്ടോ എന്തെങ്കിലും ഒരു കാര്യം, ദൈവത്തിൻ്റെ ഇതല്ലേ, അയ്യപ്പൻ്റെ അല്ലേ, അത് എനിക്കും കൂടെ ഇരിക്കട്ടെ, എൻ്റെ പൂജാമുറിയിൽ ഇരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിലിരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു ആഭരണമായി എൻ്റെ വീട്ടിലെ കുടുംബക്കാരെങ്കിലും ഇടട്ടെ, താനിടട്ടെ, മോതിരോ മാലയോ വളയോ എന്തെങ്കിലുമൊക്കെ ആക്കി ഇടാം, അരഞ്ഞാണോ എന്തെങ്കിലുമൊക്കെ ആക്കി, സ്വർണ്ണമല്ലേ ഇടാം എന്ന് വിചാരിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഉണ്ണികൃഷ്ണൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയറാമിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ജയറാമിനെ മാത്രമല്ല, ചില മുതലാളിമാർ ഇതിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മുതലാളിമാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കഥ മാറി ഇത് സെലിബ്രിറ്റികളിലേക്ക് പോകുന്നു, മുതലാളിമാരിലേക്ക് പോകുന്നു. അങ്ങനെ വരുന്ന ആഴ്ചകൾ, പിന്നെ അതിൻ്റെ ഒരു രസകരമായ ഒരു ക്രോണോളജി അല്ലെങ്കിൽ ഒരു നാൾ വഴി നോക്കിയാൽ, ആദ്യത്തെ ആഴ്ചയാണ് ഒക്ടോബറിലെ ആദ്യത്തെ ഒരാഴ്ചയിൽ ആണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോ ആഴ്ച 7 ദിവസം 8 ദിവസം കൂടുമ്പോൾ കറക്റ്റായി അറസ്റ്റുകളും ചോദ്യം ചെയ്യലുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാളെ പത്മകുമാറിനെ കസ്റ്റഡിയിൽ മേടിക്കും. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ട് ഈ കിട്ടിയ രേഖകൾ, പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് വെച്ച കിട്ടിയ രേഖകളുമായി സംസാരിക്കുകയും പിന്നെ വാസുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ക്രോസ് വെരിഫിക്കേഷനൊക്കെ നടത്തുമ്പോൾ തീർച്ചയായും ഇത് കടകംപള്ളിയിലേക്ക് നീങ്ങുമോ എന്നൊരു കൗതുകമുണ്ട്. എന്തായാലും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഇനി കടകംപള്ളിയിലേക്ക് നീങ്ങിയാലും അവർക്ക് രക്ഷിക്കാൻ കഴിയില്ല. കാരണം 2 വിഷയങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ശബരിമലയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആവേശം കാണിച്ചതുകൊണ്ട്, അവിടെ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ അതിൽ വളരെ ആവേശം കാണിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചതുകൊണ്ട് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് CPM-നും ഇടതുപക്ഷത്തിനും ഉണ്ടായത്. അത് പാട്ടും പാടി
UDF പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന കഥയാണ് കണ്ടത്. അതുകൊണ്ട് തീർച്ചയായും CPM വളരെ കരുതലോടുകൂടിയാണ് നീങ്ങുന്നത് പാർട്ടിയും. മാത്രമല്ല ഇനി ഇതാരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ വീണ്ടും അടുത്ത ആളിനെ സംശയിക്കും. കാരണം ഇതിൻ്റെ ഒരു ഹൈറാർക്കിയൽ റോള് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശ്രേണി ശൃംഖല നോക്കുമ്പോൾ നല്ല രസകരമാണ്. അതായത് ചെറിയ മീനിനെ പിടിക്കുന്നു, അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാനല്ല, സ്രാവുകളുണ്ട്, അപ്പോൾ അടുത്ത ഇങ്ങനെ പിടിച്ച് ചൂര ഇങ്ങനെ ഓരോ മീനിനെ പിടിച്ച് നെമ്മീനൊക്കെ പിടിച്ച് വന്നപ്പോൾ വാസുവിലെത്തുമ്പോഴാണ് വലിയൊരു സ്രാവിനെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പത്മകുമാറിലെത്തുമ്പോൾ അതിനേക്കാൾ വലിയ സ്രാവായി. ഇനി പിന്നെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. KP ശങ്കരദാസ്, അവർ രണ്ട് ബോർഡ് മെമ്പർമാരാണ്, അവരെ അറസ്റ്റ് ചെയ്യും എന്നാണ് കേൾക്കുന്നത്. ഇനി വേറൊരു കഥയുണ്ട്. നമ്മൾ ഈ ചാനലുകളിലൊക്കെ കാണുമ്പോൾ നമ്മുടെ അരുൺകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ടറിൽ പറയുന്നു കൈകൊണ്ട് തന്നെയാണ് എഴുതേണ്ടത്, അതുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ കൈകൊണ്ട് എഴുതിയത്. പക്ഷെ അത് തന്നെ പിന്നെ അരുണെ അതിനകത്ത് തർക്കമില്ല. പക്ഷെ കൈകൊണ്ട് എന്തെഴുതി, ചെമ്പ് സ്വർണം എന്ന് വെട്ടി പിത്തള എന്ന് എഴുതണം. പിത്തള എന്ന് വന്നതിനെ വെട്ടി സ്വർണം മാറ്റി പിത്തളയായിട്ടാണ് വന്നത്. പിത്തള എന്നുള്ളതിനെ വെട്ടി ചെമ്പെന്ന് എഴുതിയോ? അങ്ങനെ എഴുതിയെങ്കിൽ കൈകൊണ്ട് എഴുതുന്നതിൽ കുഴപ്പമില്ല, എന്തെഴുതി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കൈകൊണ്ടെഴുത്ത് കടകംപള്ളി സുരേന്ദ്രനും കൈകൊണ്ട് തന്നെയായിരിക്കും എഴുതിയത്, പേന വെച്ച്, അല്ലാതെ സ്റ്റാമ്പിയല്ല. എന്തെഴുതി എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ കൈകൊണ്ട് എഴുതിയോ കാലുകൊണ്ട് എഴുതിയോ DTP എടുത്തോ എന്നുള്ളതല്ല വിഷയം, എന്തെഴുതി എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ വെട്ടി എഴുതിയപ്പോൾ എന്തെഴുതി, അതുപോലെ ഇത് കൊടുക്കണം, നിർബന്ധമായി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വൻ കൊള്ളയാണ് നടന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കൂ, അമ്മുമ്മ ഹരിവരാസനം പാട്ടെഴുതിയിരിക്കുന്നു. ആറന്മുളയിൽ ഉള്ള ഈ കുടുംബത്തിൽപ്പെട്ട ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട പത്മകുമാറിന്റെ അമ്മുമ്മ ഹരിവരാസനം പാട്ടെഴുതിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ അച്ഛൻ അവിടെ കൊപ്രായുടെയും തേങ്ങയുടെയും ഒക്കെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നു. അങ്ങനെ ശബരിമലയുമായി വലിയ ബന്ധമുള്ള ഈ ചെറുമോൻ അദ്ദേഹം തന്നെ പറഞ്ഞു, പത്മകുമാർ തന്നെ, ഞാൻ വന്നത് ചെയ്യുമോ? എൻ്റെ അമ്മുമ്മയാണ് അവിടെ ഹരിവരാസനം പാട്ടെഴുതിയത്, എൻ്റെ അച്ഛനാണ് അവിടെ തേങ്ങയുടെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത്, ഞാനിത് ചെയ്യുമോ എന്ന് ചോദിച്ച അതേ പത്മകുമാർ ചാനലുകളോടെല്ലാം വലിയ ബഹളമുണ്ടാക്കി. പത്മകുമാർ ഇന്ന് ജയിലിലാണ്, വാസു ജയിലിലാണ്, മുരാരി ബാബു ജയിലിലാണ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം ജയിലിലാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിലാണ്. ഇനി ജയിലിൽ കയറാനുള്ളത് 3-4 പേരുണ്ട്. അതിൽ വിജയകുമാറിന്റെ പേര് വരുന്നു, KP ശങ്കരദാസിന്റെ പേര് വരുന്നു, ജയശ്രീ ഇങ്ങനെ ആടി ഉടഞ്ഞ് നിൽക്കുകയാണ്, കോടതിയുടെ ഒരു പച്ചയിൽ നിൽക്കുകയാണ്. പക്ഷെ ജയശ്രീയുടെ പേര് വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ പേരും വരുന്നു. നേരെ അടുത്ത ആഴ്ച അതായത് ഈ മാസം അവസാനമോ ഡിസംബർ ആദ്യമോ ഇത് ജയറാമിലേക്ക് പോകും. ജയറാമിലേക്ക് പോകുമ്പോൾ മറ്റു സെലിബ്രിറ്റികൾ ഉണ്ടോ എന്നുള്ളതും രംഗത്ത് അറിയാൻ പറ്റും. മറ്റ് മുതലാളിമാരുണ്ടോ, ആരൊക്കെയാണ് ഈ സ്വർണം വാങ്ങിയിരിക്കുന്നത്, അത് ഇന്ത്യയിൽ മാത്രമാണോ വിദേശത്ത് വാങ്ങിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റ് 4 സ്റ്റേറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് SIT-യിൽ നിൽക്കില്ല, ഇത് 4 സ്റ്റേറ്റിലേക്ക് പോകേണ്ടി വരും. മറ്റ് രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇന്റർപോളിന്റെ സഹായം ആവശ്യം വരും.